പ്രിന്റഡ് ലിനൻ സാരി ആൻഡ് അതിനകത്ത് എംബ്രോയിഡറി ഹൈലൈറ്റും കൂടെ വന്നിട്ട് നല്ല രസമായിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സട്ടിൽ ലുക്കിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നമുക്കിതിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ആൻഡ് അതിൻ്റെ കൂടെ ഇതിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി ഹൈലൈറ്റും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാർട്ടി വെയറിന് പറ്റും. പക്ഷേ അതൊരു ലൗഡായിട്ടുള്ള ഒരു ലുക്കൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള സാരീസ് ഉണ്ട്. 2000 റേഞ്ച് 2359 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കളേഴ്സും വളരെ ഭംഗിയുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും നല്ല രസമാണ്. എനിക്കൊന്ന് ഇതൊക്കെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ക്ലിപ്സൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടാവും. ആൻഡ് ഇതും ഫോട്ടോസും നമ്മൾ എന്തായാലും ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്കിൻ്റെ ഫോട്ടോസും കൂടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലുക്ക് ശരിക്കും എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റും കേട്ടോ. പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ്, ഭയങ്കര ഉടുക്കാൻ നല്ല സുഖമുള്ള സാരീസാണ്. ഒരുപാട് ചൂടൊന്നും ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഈ ഒരു ഷെയ്ഡ് ഇസ് ലൈക്ക് ലൈറ്റ് പേസ്റ്റൽ മോഫ് ടോണിൻ്റെ കൂടെ ഒരു ഗ്രേ ഷെയ്ഡ് വന്നിട്ടുള്ള ബോർഡർ പാറ്റേൺ. ആൻഡ് അതിൻ്റെ ഫ്ലോറൽസും ഒരു ലൈലാക്ക് ഗ്രേ ബേസിൽ വന്നിട്ടുള്ള കളേഴ്സിലാണ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഓരോ ഫ്ലോറൽസിനെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുണ്ട്. അപ്പോൾ പോർഷനിൽ ഇത് ഫുള്ളായിട്ട് ആ ഒരു സ്കാറ്റേഡ് ആയിട്ട് വന്നതിനകത്തൊക്കെ ഹൈലൈറ്റ്സ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ പോർഷനിൽ മാത്രമാണ് ആ ഒരു ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത്. അത് ആ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ കുറച്ചും കൂടെ സ്പേസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ആണ് വരുന്നത്. ആ ഫ്ലോറൽസിന് ത്രെഡും ആ ഒരു ലൈലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ത്രെഡും സിൽക്ക് ത്രെഡ്സും അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ഗോൾഡ് സീക്വൻസും കൂടെ ആയിട്ട് അതൊരു ചെറിയൊരു എന്താ പറയുക, ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലിങ് അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീ ഓർഡർ കാറ്റഗറിയിൽ നമുക്കിതിനെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈവൻ ഫ്യൂ നമ്പേഴ്സ് ബൾക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലൂ ടോണാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഒരു ടോൺ ഡെപ്ത് വന്നിട്ട് അല്ലെങ്കിൽ അതിനകത്തൊരു വാട്ടർ കളർ എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാരിയിലും ഓൾ ഓവർ അങ്ങനെ ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കളേഴ്സും ഫ്ലോറൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബ്ലൂയിഷ് വയലറ്റ് ടോൺസിലാണ് അതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. ബോർഡർ കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ട് സിൽവർ സെറിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ബോർഡർ പാറ്റേണിൽ. അപ്പോൾ ലിനൻ ഫിനിഷിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തത്. പവലും സാരിയാണ് വിത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ ഇതെല്ലാം ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെയാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് പ്രൈസ് റേഞ്ച് ആസ് വെൽ. 2000 അബവ് റേഞ്ചാണ്. 2500 താഴെ 2359 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉടുക്കാൻ സുഖമാണ്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുക്കാനും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്ലീറ്റ്സൊക്കെ കിട്ടുകയും ചെയ്യും. ആൻഡ് ലിനൻ ഫിനിഷ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിൻസ് വരുന്നത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി വരത്തില്ല. സ്ലബിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സോ ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് എ ചിക്കു ടോൺ. ചിക്കു ടോണിൻ്റെ കൂടെ പിങ്ക് ആണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ലുക്ക്. ഇതിനകത്ത് ഫ്ലോറൽസ് നല്ല ബ്രൈറ്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റു ഷെയ്ഡ്സിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലോറൽസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതാണ് എൻ്റെ ഒരു ലുക്ക്. പല്ലു ഷോർട്ടായി പോയി. ആൻഡ് ബോർഡേഴ്സ് ചിലരധികം പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ ഇതൊരു ഭയങ്കര ലൗഡായിട്ട് അങ്ങനെ ഒരു ബോർഡർ ലുക്ക് വരത്തില്ല. ആ ഒരു ഇറ്റ്സ് ദ പെർഫെക്റ്റ് ബാലൻസ് ആയിട്ടാണല്ലോ അങ്ങനെയുള്ള ഒരു ടോണിൽ തന്നെ വന്നേക്കുന്നത് കൊണ്ടും ഇറ്റ്സ് പ്രിറ്റി നൈസ്. ആൻഡ് ഇതിൻ്റെ ടാസൽസൊക്കെ ടാസൽസ് ഫോൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മളിതിനകത്ത് സിൽക്ക് ടാസൽസ് കൊടുത്തേക്കാണ്ടോ സിൽക്ക് ത്രെഡിൻ്റെ തന്നെ. അപ്പോൾ ലൈറ്റ് ചിക്കു ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. വിതൗട്ട് ദി ഫ്ലോറൽസ് ആണ് ബ്ലൗസ്. ആ ഒരു ബേസിൽ വന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റൈൽ പ്രിൻറ്റ് മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ലതാണ്. കളേഴ്സൊക്കെ എല്ലാവർക്കും ചേരും. നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മളുടെ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ടോൺസ് ഓഫ് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളത് ഏതാണെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ചേരുന്ന കളേഴ്സൊക്കെ ഒരുപാട് ഒരു എന്താ പറയുക, നമ്മുടെ സ്കിൻ ടോൺസിനൊക്കെ പൊതുവെയുള്ള സ്കിൻ ടോൺസിനൊക്കെ നമുക്ക് ജനറലി ചേരുന്ന ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. ദിസ് ഇസ് എ ഗ്രീൻ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാ ഫ്ലോറൽസിൻ്റെ അകത്തും ആ ഒരു ടിൻറ്റ് ഓഫ് ഗ്രീയൊക്കെ കൂടെ വന്നിട്ടുണ്ട്. മുന്നേ കണ്ട പിങ്ക് ഷെയ്ഡിൻ്റെ അകത്താണ് ഗ്രീനിൻ്റെ കോമ്പിനേഷനായിട്ട്
വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ റിയലി ഗുഡ് കോമ്പിനേഷൻ. ഇറ്റ്സ് ഗുഡ് ഫോർ വർക്ക് വെയർ ആസ് വെൽ. ഇറ്റ്സ് നോട്ട് ടു ഫ്ലാഷി. സോ ഇറ്റ് വർക്ക്സ് വെൽ ഫോർ നമ്മളുടെ വർക്ക് വെയർ. ആൻഡ് ഇത് 9 to 5 വെയർ ചെയ്യാനുള്ള കംഫർട്ട് നോക്കിയാലും നല്ലതാണ്. സോ ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ഒരു ലൈറ്റ് ഫിനിഷിൽ വീവ് ചെയ്തെടുത്തേക്കുന്ന പവർലൂം സാരിയാണ്. ആൻഡ് എംബ്രോയിഡേഡ് പാറ്റേൺ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്ലോറൽ ഡിസൈൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. BLD 148 എന്ന കോഡിലാണ് അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ www.aham.store. ഡെയിലി സാരീസ് എടുക്കുന്നവർ നോക്കി നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ അല്ലേ. ഒരു ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്നതും ലോ മെയിൻ്റനൻസ് ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു സാരി. അപ്പോൾ സൂപ്പർ നെറ്റ് കോട്ടയിൽ നമുക്ക് നല്ലൊരു വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കൊടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡിൽ ഇക്കത്ത് ഡിസൈൻസ് ആണ് അതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞതില്ലേ ലോ മെയിൻ്റനൻസ് ആണെന്നുള്ളത്, അത് ആക്ച്വലി ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് തീരെ ഒരു കളർ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ആൻഡ് നമുക്കൊന്ന് ഡെപ്പ് വാഷ് ചെയ്ത് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന കളക്ഷനാണ്. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഫ്യൂ വാഷസ് നമുക്കൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് വാഷ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഇതിൻ്റെ ഒരു ബേജ് ഷെയ്ഡിൻ്റെ അത് ക്രീമി ബേജ് ഷെയ്ഡിൻ്റെ അത് സെയിം ഇക്കത്ത് പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് 1399 റേഞ്ചിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു ലുക്കാനകത്ത് ഒരു ഓഫ് വൈറ്റ് ബേജ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സ്ട്രൈപ്സ്. ആൻഡ് ബോഡി ഫുള്ളായിട്ട് ഈ ഒരു മെറൂൺ ആൻഡ് ഓഫ് വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു ലൈൻസ് അതൊരു ഇറ്റ് ക്രിയേറ്റ്സ് എ വെർട്ടിക്കൽ പാറ്റേൺ. സോ ദാറ്റ് മേക്സ് യു ലുക്ക് ടോളറൻറ്റ് ഇൻ ആൻഡ് ഇറ്റ്സ് എ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ്. സോ അതും കൂടി നമുക്കിതിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ലീനറായിട്ടുള്ള ഒരു ഫീലിന്. പക്ഷേ സാരി ആസ് സച്ച് നമുക്ക് അങ്ങനെ ലീനറായിട്ട് കൊടുക്കുന്നൊരു സാരിയല്ല. സൂപ്പർ നെറ്റ് കോട്ട നമുക്കറിയാം കുറച്ചൊന്നൊരു വോളിയം കിട്ടുന്ന സാരിയാണ്. ഹിപ്പ് ഏരിയാസൊക്കെ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് ബാക്കിയൊരു വോളിയം ലുക്കിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്സിന് നല്ലതാണ് കേട്ടോ. പ്ലീറ്റൊക്കെ ഈസി ആയിട്ട് പ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. നല്ല ഭംഗിക്ക് തന്നെ വരും. ഒരു ഫോമൽ ലുക്കായിട്ടുള്ള സാരി വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെയർ ചെയ്യാൻ പറ്റും. സോ ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ വൺ സൈഡിൽ നമുക്കൊരു വൈറ്റിഷ്നെസ് വരും. സൂപ്പർ നെറ്റ് കോട്ട ആയതുകൊണ്ട് ലൈറ്റ് വീവിങ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കരമായിട്ടൊരു വൈറ്റായിട്ട് നിൽക്കുന്നത് എന്നാലും അതിനകത്തൊരു വൈറ്റിഷ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ BLD 171 എന്ന കോഡിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. അതിനകത്തൊരു റെയിൻ ഡ്രോപ്പ് പോലത്തെയുള്ള ഒരു പ്രിൻ്റ് അതിനകത്ത് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ ഒരു ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്തേക്കാം കേട്ടോ നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കുന്നതെന്ന് അറിയാം. പിക്ചേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ലൈറ്റ് വെയ്റ്റ് സാരീസിനകത്ത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ട്രൈപ്പ് പാറ്റേണിൽ പുതിയ കുറച്ച് കളർ കോമ്പിനേഷൻസ്. നമുക്ക് ഈ ഒരു പാറ്റേണിൽ സാരീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പുതിയ കളേഴ്സ് ആക്ച്വലി നല്ലൊരു പാലറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേക്ക് അതിന് ഒരു ഭംഗി കാട്ടിലും നമ്മളത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു പ്ലീറ്റ്സൊക്കെ കിട്ടുന്ന കൺവീനിയൻസും ഒക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. ആൻഡ് ഇത് നമുക്ക് ഒരുപാട് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്ന കോമ്പിനേഷൻസ് ഇതിനകത്ത് ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡൊക്കെ ആക്ച്വലി ഇതിൻ്റെ കൂടെ നമുക്ക് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിനകത്തും ആക്ച്വലി മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന സെറി ഡീറ്റെയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബാക്ക് പാനലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുൾ നെക്ക് റൗണ്ടിലും ആ ഒരു വർക്ക് വരുന്നത് കാണാൻ പറ്റുള്ളൂ. ഒരു റൈസ് സ്റ്റിച്ചസ് വെച്ചിട്ട് മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ട് അതും ഒരു നോയിഡസ് ഫാബ്രിക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ബട്ട് യു ഗോ അലോങ് വിത്ത് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി പാറ്റേൺ ആയിട്ട് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്തേക്കാം. അപ്പോൾ 999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഫുള്ളായിട്ട് ആ ഒരു സിൽവറി വൈറ്റ് യാൻസ് വെച്ചിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് ബോർഡർ ലുക്കാണ്. അപ്പം ഈ സാരീസിൻ്റെ ഒരു കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസും ആ ഒരു ലൈറ്റ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന സോളിഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ആൻഡ് ഇത് ഭയങ്കര ഒരു ട്രാൻസ്പെറൻസി വരത്തില്ല, പക്ഷെ എന്നാലും ഒരു ലൈറ്റ് ഫീലിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഒറ്റ ലെയറിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ, ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല, ജോർജറ്റ് പോലെ ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ടൊരു ലൈറ്റ് വീവിങ് പാറ്റേൺ. അതിൻ്റെ
വീവിങ് സ്റ്റൈൽ അത്രയും ലൈറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് എ ചിക്കു ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ. ചിക്കു ബേജിൻ്റെ കൂടെ ബ്രൗൺ കോമ്പിനേഷൻ ആൻഡ് കെസിയ വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സീക്വൻസ്, മൈക്രോ സീക്വൻസ് വീവിങ്, ഒരു കുറച്ചൊരു കോപ്പർ സ്റ്റോണിൽ വന്നിരിക്കുന്ന സീക്വൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇത് ആക്ച്വലി ഒരു സിൽവറി ഗ്രേ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു യെല്ലോ ടിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു കളർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എടുത്തേക്കാം. ആൻഡ് ഇതിനകത്ത് ഒരു ലൈറ്റ് പേസ്റ്റൽ ബ്ലൂ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഭയങ്കര എലഗൻറ്റ് കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ആൻഡ് ഈ സാരീസ് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള സ്റ്റാർച്ച് ലെവൽ കൊടുത്ത് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഇത് ഈ സാരീസൊക്കെ ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിലും നമ്മളിത് ഹാൻഡ് ആൻഡ് പ്രോസസ്സിലാണ് ഇതെല്ലാം ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു കളേഴ്സ് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് കളർ ഗാർഡ് നമുക്ക് അതിനകത്ത് നമ്മൾ കളർ ഫിക്സ് ചെയ്താലും ഹാൻഡ് ആൻഡ് പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് മെക്കനൈസ്ഡിൻ്റെ അത്രയും ഒരു ലാസ്റ്റിംഗ് ആയിട്ട് വരത്തില്ലല്ലോ. ആൻഡ് ഇതിന് ടസ ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സാരീസ് ഈ ഒരു ലുക്കിൽ വരുന്ന ഭഗൽപുരി വീവ് സാരീസാണ്, ടസ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിനിഷസും നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. So this is silvery gray shade and with pastel blue combination. So beautiful color combination. And next combination, cloud gray and darker gray ടോണിലാണ് വന്നിരിക്കുന്നത്. ഒരു ഷെയ്ഡിൻ്റെ തന്നെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള അത്രയും ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ ക്ലൗഡ് ഗ്രേ ആൻഡ് ഇതിൻ്റെ എല്ലാം കോൺട്രാസ്റ്റ് പല്ലുവിൽ വന്നിരിക്കുന്ന അതേ ഷെയ്ഡ് സോൾഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആക്ച്വലി ലുക്സ് ലൈക്ക് ടസ. പ്രിട്ടി കളർ കോമ്പിനേഷൻ. DLS 204 ആൻഡ് 999 വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ബൾക്ക് ഓർഡേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റ് നോ നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇൻ കേസ് അതിപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിനെക്കാളും നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ടൈം ഫ്രെയിം നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ they let you know. This is a metallic green. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതിനകത്തൊക്കെ ആ ഒരു സിൽവറി വൈറ്റ് ടോണിലായിരുന്നു ആ ഒരു സ്ട്രൈപ്സ് വന്നിരുന്നത്. ഇതിനകത്ത് ആ ഒരു ഗ്രീനിൻ്റെ തന്നെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു പീച്ചി ടോണാണ്. ഒരു ബേജിനകത്ത് ഒരു പീച്ച് ടോൺ വന്നിട്ട് ഒരു രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ റിയലി പ്രിറ്റി, ഭയങ്കര രസമായിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ഞങ്ങളുടെ മിററിൽ നോക്കുമായിരുന്നു. അത് വെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഫേസിനൊക്കെ ഒരു നല്ല ഭംഗി കിട്ടുന്ന കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് onion pink and lilac combination. That is also really, ഇതൊന്നും ഹൈ കോൺട്രാസ്റ്റ് അല്ല, എല്ലാം ഒരു പേസ്റ്റൽ പാലറ്റാണ്. അപ്പോൾ എലഗൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് റെയറുമാണ്. അപ്പോഴത്തേക്ക് നല്ല രസമായിട്ട് നമുക്കത് വെയർ ചെയ്യാൻ പറ്റും. അനിയൻ ഇതൊരു പീച്ച് ടിൻറ്റും കൂടെ ചെറുതായിട്ട് വരുന്നുണ്ട്. ഞാൻ കളേഴ്സ് നമ്മൾ ഡേ ലൈറ്റിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ഫോട്ടോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് ലൈലാക്ക്. ഒരു പീച്ചി ടോൺ വരുന്നുണ്ട്. പീച്ചി അനിയൻ ഷെയ്ഡിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് വന്നിട്ട് ലൈലാക്ക് കോമ്പിനേഷൻ. റിയലി പ്രിറ്റി കളേഴ്സ്. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ദീസ് ആർ റെഡി ടു ഡിസ്പാച്ച്. നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിനും ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും. DLS 204, പ്രൈസ് 999. ആൻഡ് ഇതിൻ്റെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ www.aham.store.